ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകൻ ഒരു ജനതയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രവചിക്കുകയാണ്, ഇനി ഒരിക്കലും ഒരു നന്മ കാണാൻ കഴിയത്തില്ല, ഞങ്ങളുടെ ജീവിതം പരാജയമെന്ന പടുകുഴിയിൽ അമർന്നുപോയി എന്ന് സങ്കടപ്പെട്ട് കരയുന്നൊരു ജനതയോട് യെഹെസ്കേൽ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ആര്? ദൈവം നിങ്ങൾക്ക് ചെയ്യും. നിങ്ങളുടെ ലൈഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒരു കാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് വലിയ സമൃദ്ധിയിലും ആത്മനിറവിലും ജീവിച്ച നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കിക്കളന്ന അന്ധകാര ശക്തിയോടുള്ള ഒരു വെല്ലുവിളിയൂടെയാണ് ഈ വചനം. നിങ്ങൾ അല്പകാലങ്ങളായി കേൾക്കുന്ന പ്രവചനങ്ങളും ദൈവശബ്ദങ്ങളും ദൈവവചനങ്ങളും ആത്മീക സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവാം. ഈ വചനം നിങ്ങളോട് പറയുമ്പോഴും ഇപ്പം നിങ്ങൾക്കൊന്നും കാണാനില്ല, പക്ഷേ എന്തോ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ നടക്കാൻ പോവാം. ആ കാര്യം എന്താണെന്നാ ദൈവം വെളിപ്പെടുത്തുന്നത്? നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാം. സ്തോത്രം. നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ, സ്നേഹിതർ നോക്കി നിൽക്കെ, ആദ്യകാലത്തുണ്ടായിരുന്നേക്കാൾ അധികം നന്മ നിനക്ക് ചെയ്യാൻ ദൈവം പദ്ധതിയിടുകയാണ്. എന്നിട്ട് അതിനോട് ചേർന്നൊരു വാക്യം കൂടെ ഉണ്ട്, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കാതുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ മഹാത്ഭുതം ഹല്ലേലൂയ നിനക്ക് വേണ്ടി നടക്കാൻ പോവാം. ഈ ദിവസങ്ങളിൽ മനസ്സുകൊണ്ട് പറഞ്ഞ ദൈവം എനിക്ക് നന്മ ചെയ്യും, ദൈവം എനിക്ക് നന്മ ചെയ്യും. ഹല്ലേലൂയ ജീസസ്. ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ നാവുകൾ തിരിച്ചു പറയാൻ പോവാ. അവൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നേക്കാൾ അധികം നന്മ ദൈവം അവന് കൊടുത്തെന്ന്. ഈ വചനത്തെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈ ദൂത് നീ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നിന്റെ ലൈഫിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങളും നിന്റെ ലൈഫിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും. കാരണം വചനത്താൽ ഒരു ഡെലിവറൻസ്, വചനത്താൽ ഒരു വിടുതൽ ഇന്ന് നിനക്ക് സംഭവിക്കാൻ പോവാം. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയോടെ ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വറ്റിപ്പോയ ഉറവയെ വീണ്ടും നിറവിൻ്റെ ഉറവയാക്കാൻ കഴിവുള്ള കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതം ശൂന്യമായി പോയപ്പോഴും ദൈവശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നേക്കാൾ അധികം നന്മ ഞങ്ങൾക്ക് ചെയ്യുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങൾ അത് സംഭവിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നേക്കാൾ അധികം നന്മ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.